ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് വീഡിയോ ആണ്. നമ്മൾ ഗുരുവായൂർ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഉണ്ണികൾ ഇവിടെ ഇല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ണികൾ മാമൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ അച്ഛനും അമ്മയും മാത്രമുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുലർച്ചെ അമ്പലത്തിൽ പോകാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ 3:30 ആയി ടൈം. അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിന് ഇത്ര നേരത്തെ പോണേന്ന്. ഞങ്ങൾക്ക് രാവിലെ തന്നെ വാഗച്ചാർത്തും അതുപോലെ ഉള്ളമ്പലത്തിലൊക്കെ കയറാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം എന്നാൽ പിന്നെ എന്നാൽ രാവിലെ നേരത്തെ ഇറങ്ങാമല്ലോ വിചാരിച്ചു. കാരണം 6 മണി 7 മണിക്ക് ആകുമ്പോൾ ഇറങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് 3:30 ആകുമ്പോൾ എണീറ്റു ഞാനവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ പട്ടുപാവാട നല്ലതായിട്ട് ഇട്ടത്. കുറേ നേരം ക്യൂ നിൽക്കണം എന്നറിയാം. അതുകൊണ്ട് ഞാനൊരു ഉടുപ്പാണ് ഇട്ടത്. അപ്പോൾ ഞാൻ മുടി ഉണക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുടി ഇങ്ങനെ പരത്തിയിട്ടിട്ടുണ്ട്. മുഖത്ത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ചെയ്തില്ല. ജസ്റ്റ് സൺസ്ക്രീൻ ഇട്ടു, ഐലൈനർ ആൻഡ് ലിപ്സ്റ്റിക് ഇട്ടു, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഉടുപ്പായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. ഇതെനിക്ക് മാമി തന്നിട്ടുണ്ടായിരുന്ന ഒരു ഉടുപ്പായിരുന്നു. അപ്പോൾ ഞാനിതിപ്പോൾ ആദ്യമായിട്ട് ഇടുന്നത്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിൽ സ്ലീവ്ലെസ് ഉടുപ്പുകൾ ഇടാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് മാത്രമല്ല, സ്ലീവ്ലെസ് ആകുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ എനിക്ക് ഇടാൻ വേണ്ടിയിട്ടും. പിന്നെ നല്ല സുഖമല്ലേ ഇടാൻ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുടി ഇങ്ങനെയാണ് കെട്ടിയത്. അത് ഞാൻ മിക്ക സമയത്ത് ഇപ്പോൾ ഇങ്ങനെയാണ് കെട്ടാറ്. കാരണം മുഖത്തിന് നല്ലോണം ചേരുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. ചില ഹെയർ സ്റ്റൈൽ മുഖത്തിന് ചേരാറില്ല. അപ്പോൾ ഇതിക്ക് നല്ലോണം സ്യൂട്ട് ആവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് കെട്ടിയത്. പിന്നെ കയ്യിലൊരു കഴിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചിടാനുള്ള പാടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഹുക്ക് ഇടുമ്പോഴേക്കും അത് അപ്പുറത്തു കൂടെ വീഴും. എന്നാലും ഞാൻ ഇട്ടു. അമ്മ എനിക്ക് ഇട്ട് തന്നു. അത് കഴിഞ്ഞ് ഞാനത് സ്പ്രേ അടിക്കാൻ വിചാരിച്ചു. വിചാരിക്കല്ലാതെ ഇപ്പോഴും അടിക്കാറുള്ളതാണ്. അപ്പോൾ അത് മൊത്തത്തിലിട്ട് പൂശി. അത് ആസ് ഓൾവേസ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീലൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇട്ട് പൂശി ഞാൻ. അപ്പോൾ ഗൈസ് ഞാൻ റെഡി ആയി വരുമ്പോഴേക്കും ജസ്റ്റ് അരമണിക്കൂർ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കറക്റ്റ് 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്ട് ടാറ്റ ബൈ പറഞ്ഞ് രാവിലെ എത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഗുരുവായൂർ അമ്പലം ഇങ്ങനെ തിരക്കില്ലാതെ കാണുന്നത്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എപ്പോഴും തിരക്കാവും. അപ്പോൾ ഇത് ഇത്ര നേരത്തെ ആയതുകൊണ്ടാവണം. തിരക്ക് കുറവായിരുന്നു. തീരെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പോകുമ്പോൾ തീരെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് നമ്മൾ ചെരുപ്പും ഫോണൊക്കെ വെക്കാൻ വേണ്ടി പോയപ്പോൾ ക്ലോക്ക് റൂമിലേക്ക് പോയപ്പോൾ അവിടെയാണ് ഭീകര ക്യൂ ഗായ്സ്. തിരക്കല്ല, അത് ക്യൂ ആയിരുന്നു. ഉള്ളമ്പലത്തേക്കുള്ള ക്യൂ ആണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഈ നേരത്തെ തന്നെ ഇത്ര വലിയ ക്യൂ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫോൺ അവിടെ വെച്ചുകൊണ്ട് ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ നമ്മൾ പോന്നു. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു, പിന്നെ നമ്മൾ വരുമ്പോൾ അവിടെ കുറേ കല്യാണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു കപ്പിൾസ് ഇങ്ങനെ ഫോട്ടോ എടുക്കണ്ടപ്പോൾ വെറുതെ നമ്മൾ വീഡിയോ എടുത്താണ് കേട്ടോ. ആ ലൈറ്റ് മറ്റേ സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കുമായിരുന്നു അവർ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പിന്നെ ഞാനമ്മയും കൊണ്ട് എന്തൊക്കെയോ വർത്താനം പറഞ്ഞ് വരുന്നുണ്ട്. ഇനി അടുത്തത് ഫുഡ് കഴിക്കണം കേട്ടോ. അപ്പോൾ അത് പറഞ്ഞ് വരുമായിരുന്നു. പിന്നെ അമ്മതേ ഫുൾ ഗുരുവായൂർ അമ്പലം കാണിക്കുന്നു. ഗുരുവായൂർ അമ്പലം കാണാത്തവരായിട്ട് വളരെ കുറവ് ആൾക്കാരാവും ഉണ്ടാവുക. എന്നാലും പിന്നെ പോകുന്ന സമയത്ത് ഇവിടെ കുറേ കടകളുണ്ടല്ലോ, അവിടെ കുറച്ച് കമ്മലുണ്ട്. അപ്പോൾ എൻ്റെ കൺട്രോൾ വിട്ട് ഗൈസ് ഞാൻ അങ്ങോട്ട് നൈസായിട്ട് ചെരിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വെറുതെ എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ലതുണ്ടെങ്കിൽ നോക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ ഉള്ളിലായിരുന്നു നല്ല കമ്മലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ദൂരത്ത് നിന്ന് കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല ഗായ്സ്. അടുത്ത് വന്നപ്പോൾ ഞാൻ വിചാരിച്ച പോലെയൊന്നും ആയിരുന്നില്ല. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതിൽ 2-3 എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആക്ച്വലി അതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അതൊന്നുമില്ല. അങ്ങനെയായിരുന്നു. ഈ ഒരു കട്ടക്കമ്മലുണ്ടല്ലോ, റിങ് വന്നിട്ടുള്ളത്, ഇതിന് ഇത്ര 160 അങ്ങനെ എന്തായിരുന്നു. അതേ സെയിം സാധനം ഇതിനെക്കാട്ടിയും വലുത് ഞാൻ മീഷോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, 120 എന്തോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വാങ്ങണ്ട വിചാരിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഭവം. എന്തിനാ വെറുതെ നമ്മൾ വാങ്ങുന്നത്. അതുകൊണ്ട് പിന്നെ ഞാനത് വാങ്ങിയില്ല. പിന്നെ അപ്പുറത്ത് വേറെ കമ്മലുണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് വാങ്ങണം വേണ്ടേ വിചാരിച്ച് അവിടെ തന്നെ വെച്ചു. അതെനിക്ക് എപ്പോഴും അങ്ങനെയാണ്, വാങ്ങണം വിചാരിച്ച് ചെല്ലും, പക്ഷെ ഞാൻ വാങ്ങില്ല. ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് സ്പീഷിയാണ് ഗൈസ്. പിന്നെ ഇവിടെ കുറേ എന്താ പറയുക സ്റ്റാച്ചു മറ്റേ ശില്പങ്ങളുണ്ട്. കൃഷ്ണൻ്റെയും എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ, സ്റ്റാച്യൂസ്, ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ അതൊക്കെ നോക്കുമായിരുന്നു. പിന്നെ വേറൊരു കമ്മൽ ഞാൻ കണ്ടു, അത് വെറുതെ നോക്കി. പിന്നെ മേലത്തെ ഒരു സ്പ്രിങ് കമ്മലാണ് കേട്ടോ. അമ്മ പറയായിരുന്നു വെറൈറ്റി ആയിട്ട് സാധനം എന്ന്. അപ്പം ഞാൻ വെറുതെ തൊട്ട് നോക്കിയതാണ്ടോ എങ്ങനെ ഉണ്ടാവാന്ന്. എന്നിട്ട് ഞാൻ തിരിച്ചെടുത്ത് വെച്ച് പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. പിന്നെ ഞാൻ കരിവള വാങ്ങി, അതായത് നമ്മൾ കറുത്ത കുപ്പിവളല്ലേ, അത് വാങ്ങി. കുറേ ആയി വിചാരിക്കണം വാങ്ങണം പക്ഷെ വാങ്ങാൻ പറ്റാറില്ല, മറക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കണ്ടപ്പോൾ വേഗം തന്നെ വാങ്ങി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് എടുത്ത വള തന്നെ എൻ്റെ കറക്റ്റ് സൈസായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്തു. എൻ്റെ ബ്ലാക്ക് വള ഉണ്ടായിരുന്നില്ല, പട്ടുപാവാടയൊക്കെ ഇടുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. ബ്ലാക്ക് ആകുമ്പോൾ എല്ലാത്തിനും കൂടെ സ്യൂട്ടായിപ്പോലെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതാണ് എടുത്തത്. വേറെ ഒന്നും പ്രത്യേകിച്ച് എടുത്തില്ല. പിന്നെ അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടു, യോഗിയുടെ
സ്റ്റാച്ചു ആയിട്ടുള്ളത്. അപ്പോൾ അതെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമ്മൾ ഹോട്ടലിൽ കയറി. ഞാൻ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മ മസാല ദോശ. എനിക്ക് മസാല ദോശ തീരെ ഇഷ്ടമല്ല, നെയ് റോസ്റ്റാണ് ഇഷ്ടം. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ഗുരുവായൂർ വന്നാലും നമ്മൾ ഇതാണ് കഴിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ മടക്കി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പക്ഷെ നമ്മൾ ഈ ഹോട്ടലിൽ ആദ്യമായിട്ടായിരുന്നു കയറിയത്. അത് പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ സാമ്പാറിന് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് നമ്മളിതേ ബസ്സിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ വന്ന് നിന്നതും ഞങ്ങൾ ബസ് വന്നു. സോ അതിൽ കയറി. ഞങ്ങൾക്ക് ഡയറക്റ്റ് ബസ്സാണ്, മാറി കയറേണ്ട ആവശ്യമൊന്നുമില്ല. 10 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും. 10 മിനിറ്റ്. പിന്നെന്തോ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ കിടന്ന് ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അമ്മ ഇത് മൊത്തം വീഡിയോ എടുക്കുന്നുണ്ട്. ബസ്സിൽ പിന്നെ തീരെ തിരക്കുണ്ടായിരുന്നില്ല. രാവിലെ ഒരു 8:45 ഉണ്ടായിരുന്നു കേട്ടോ തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും. ഹലോ ഗായ്സ്, അപ്പോൾ ഗുരുവായൂരൊക്കെ പോയി വന്നു. എന്താ പറയുക, ഒരു മിനിറ്റ് കേട്ടോ. ചിലപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാവണം, നല്ല ഭീകര തിരക്കായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, കുറേ നേരം ലൈനിൽ നിൽക്കേണ്ടി വരുന്നുണ്ട് നമുക്ക്. പിന്നെ എന്തായിരുന്നു, പിന്നെ എനിക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ട്. 12 മണിക്കും 11 മണിക്കും എണീക്കുന്നത് ഞാൻ പുലർച്ചെ 3 മണിക്കാണ് ഗൈസ് എണീറ്റത്. 3:30 എന്താണ്, 3:30 തോന്നുന്നു. 3:30 എണീറ്റത്. എന്നിട്ട് കുളിച്ച് റെഡി ആയിട്ടാണ് അമ്പലത്തിൽ. നല്ലോണം ഉറക്കം വരുന്നുണ്ട്, പക്ഷേ സാരില്ല. പിന്നെ പഠിക്കാനുണ്ട്. അതെപ്പോഴും അങ്ങനെ, നമുക്ക് വെള്ളിയാഴ്ച ആകുമ്പോൾ കുറേ പഠിക്കാൻ തിങ്കളാഴ്ചത്തേക്ക് ഉണ്ടാവും. സൈഡിൽ നിന്ന് അവിടെ നിന്നൊക്കെ ലേറ്റ് വരുന്നുണ്ട്. മമ്മി എന്ത് കാണിക്കുന്നേ? ഓക്കെ. പിന്നെന്താ ഇങ്ങനെയായിരുന്നു. പിന്നെ ഈ സാധനത്തിൽ വെച്ചിട്ട് നമ്മളങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അല്ലേ. ആക്ച്വലി സാധനം ഇവിടെ സെറ്റാക്കിയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഈ പൂവൊക്കെ എടുത്ത് മാറി. അപ്പോൾ അതിനുശേഷം ട്രൈപോഡ് പൊട്ടിയത്. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആക്ച്വലി ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് മിറർ വീഡിയോ എടുക്കുകയാണ്. ആ മിററിലാണ് സാധാരണ ഇങ്ങനെ മിറർ വീഡിയോസ് ഞാൻ എടുക്കാറ്, ഇത് യൂട്യൂബിലുള്ളത്. അപ്പോൾ പക്ഷെ കുറച്ച് ക്ലാരിറ്റി കുറവാണ്. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വെള്ളം അതിൻ്റെ മേലെ വെച്ചിട്ട് തുടച്ചു. അപ്പോൾ മൊത്തം ബ്ലറായിട്ടാണ് ഇരിക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ. വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു. കണ്ടോ, ഇതാരാ വൃത്തിയാക്കിയത്? അത് ശരി. സോ ഞാൻ പൊട്ടൻ ഇതുകൊണ്ടാണ് തുടച്ച്. അത് ശരി. എന്നിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ടത് പോയി. അങ്ങനൊക്കെ ഉണ്ടല്ലേ. ഇപ്പൊ വൃത്തിയായി. ഞാൻ അടുത്ത് തുടച്ചപ്പോ മൊത്തം മങ്ങിപ്പോയി. ഓക്കെ, പിന്നെന്താ, പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ ഒരു സാധനം വാങ്ങി ഗായ്സ്. നമ്മുടെ ആദിയോഗിയിലത്തെ ശിവനില്ലേ, അതിൻ്റെ സ്റ്റാച്ചു പോലത്തെ ഒരു സംഭവമാണ്. 50 രൂപയായിരുന്നില്ലേ? 160 ആദിയോഗി എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ സിൽവർ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഭംഗി ഉണ്ടായിരുന്നില്ല. സോ അത് നമ്മൾ വാങ്ങിയില്ല. എന്നിട്ട് ഇത് വാങ്ങി. പിന്നെ എനിക്ക് എന്താ പറയുക, കരിവള വാങ്ങി. കറുത്ത കുപ്പിവളല്ലേ, അത് വാങ്ങി. കാര്യം എന്താ വെച്ചാൽ, ആ തുണി നിങ്ങൾ വിചാരിക്കും എന്തിനാണ് അവിടെ ഇട്ടെടുക്കുന്നത്, പഴയ തുണിയാണ്. അത് കാറ്റല്ലേ നല്ലോണം. അപ്പോൾ അതുകൊണ്ട് ഈ വാതിൽ കിടന്ന് അടയും. അപ്പോൾ ഇതിൻ്റെ ലോക്കിന് പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ അടയുന്ന ഭാഗത്ത് വെച്ചെടുക്കാണ്ട്, അല്ലാണ്ട് പഴയ തുണിയെടുത്ത് അവിടെ വെച്ചെടുക്കല്ല. അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ആ പഴയ തുണി എന്തെങ്കിലും ചോദിച്ചാലോ വിചാരിച്ചിട്ട്. അപ്പം എന്താ, ഞാൻ കറുത്ത കുപ്പിവള വാങ്ങി ഗൈസ്. ഞാൻ കുറേ വിചാരിച്ചു, എനിക്ക് കുപ്പിവള സത്യം പറഞ്ഞാൽ ഞാൻ ഇടാറില്ല വളകൾ. പക്ഷെ നമ്മൾ പട്ടുപാവാടയൊക്കെ ഇടുമ്പോൾ മറ്റേ വളയൊന്നും ഇട്ടാൽ തീരെ രസം ഉണ്ടാവില്ല, ബ്രേസ്ലെറ്റൊന്നും ഇട്ടാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പം എനിക്ക് വള ഇടാനാണ് ഇഷ്ടം. സോ കുപ്പിവള വാങ്ങിയ ബ്ലാക്കാണ് കേട്ടോ. അതാകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സിനോടും ചേർന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വാങ്ങി. 40 രൂപയൊന്നും ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പം അത് പെട്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ വാങ്ങി. അത്ര വാങ്ങിയുള്ളൂ, വേറെ വാങ്ങിയില്ലല്ലോ. പിന്നെ കമ്മൽ നോക്കി, പക്ഷെ കമ്മൽ നോക്കിയപ്പോൾ എനിക്ക് അവിടെ നഷ്ടമായിട്ടാണ് തോന്നിയത്. കുഞ്ഞിങ്ങനെ ഞാത്തിടുന്ന ചെറിയൊരു ബട്ടർഫ്ലൈയുടെ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിന് 50 രൂപയായിരുന്നു കേട്ടോ. പക്ഷെ അതെന്ന് വിചാരിക്കും പിശുക്കത്തരാണ്, പിശുക്ക് കാണിക്കല കേട്ടോ. അതേ സെയിം സാധനം ഞാൻ അവിടെ ചാവക്കാട് കണ്ടിട്ടുണ്ട്, എന്താ 20-30 രൂപയ്ക്കെന്തോ. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങുന്നില്ല, ഞാൻ വെറുതെ കണ്ടപ്പോൾ എടുത്തതായിരുന്നു. പിന്നെ വലിയൊരു കമ്മലെ കണ്ടു, ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ അത് ഔട്ട് ഓഫ് ഫാഷൻ ആയിരുന്നു. ഇതിന് പിന്നെ അതും എടുത്തില്ല. അത് ഔട്ട് ഓഫ് ഫാഷൻ എന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് കുറേ മുമ്പത്തെ ഫാഷനായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനത് എടുത്തില്ല. അതിന് 50 രൂപയായിരുന്നു. അത് എനിക്ക് നല്ല ലാഭമായിട്ട് തോന്നി. അത്യാവശ്യം വലിയ കമ്മലാണ്. അപ്പം അത് ആ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് തോന്നുന്നു. ഇല്ലേ, എന്തോ പറയുന്നേ. ഓഫിൻ്റെ കൈ കടയിൽ ഇങ്ങനെ പിടിച്ചിട്ടോ. പിന്നെ എന്താ, പിന്നെ പഠിക്കണം. ഉണ്ണികളെ എപ്പോഴാണ് വിളിക്കാൻ പോണ്? പിടിച്ചിട്ടോ.
പറയൂ ഉണ്ണികളെ എപ്പോഴാണ് വിളിക്കാൻ പോകുന്നത്? ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ണികളെ വിളിക്കാൻ പോകണം. അവർ ഇതുവരെ എത്തിയിട്ടില്ല. ആക്ച്വലി അവർ അതിന് മിസ് ചെയ്യുന്നത് എനിക്കില്ല കേട്ടോ. എനിക്ക് അവരിതുവരെ മിസ് ചെയ്തില്ല ഗായ്സ്, എന്താണാവോ. പക്ഷെ എനിക്ക് രാത്രി ആയപ്പോൾ കുറച്ച് മിസ് ചെയ്തു. ചിലപ്പോൾ നൈറ്റ് ആകുമ്പോൾ നമുക്കൊരു ഹോം സിക്ക് ഉണ്ടാവില്ല, അതാവാം. നൈറ്റ് കുറച്ച് മിസ് ചെയ്തു. പിന്നെ പിന്നെ പുലർച്ചയാകുമ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിൽ പോയില്ലേ. ഓക്കെ, പിന്നെ നമുക്ക് നടന്ന് പോവാം ഗൈസ്. എവിടേക്ക് എൻ്റെ കൈ നല്ലോണം കടയുണ്ട്. കൈ മാത്രമേ കടയുന്നുള്ളൂ, വായ കടയുന്നില്ല. പിന്നെ നമ്മൾ തിരിച്ചു വന്നെങ്ങനെയാണ്? തിരിച്ചു വന്ന ബസ്സിലായിരുന്നു ആൻഡ് രാവിലെ സ്കൂട്ടറിലായിരുന്നു പോയത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഗൈസ്. ഓ കിതച്ചു കേട്ടോ വർത്താനം പറഞ്ഞിട്ട്. ഹലോ ഗായ്സ്, ഇപ്പോൾ വൈകുന്നേരം എന്ന് പറയാൻ പറ്റില്ല, 4 മണി ആയിട്ടുണ്ട്. 3:30 കഴിഞ്ഞു, 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ കുറച്ച് റീൽസൊക്കെ എടുത്തു കേട്ടോ. 2 റീൽസ് എടുത്തു. പിന്നെന്താ, ഒരു റെഡ് കുർത്തി ഇട്ടിട്ട്, അത് അമ്മയുടെ കുർത്തിയായിരുന്നു. അപ്പോൾ അമ്മയ്ക്കത് ടൈറ്റായപ്പോൾ ഇതൊന്നിങ്ങനെ അമ്മയ്ക്കത് ടൈറ്റായപ്പോൾ ഞാനതെടുത്തു. പക്ഷെ എനിക്കത് കറക്റ്റ് ഒന്നല്ല. ഞാൻ ബാക്കിൽ മറ്റേ ക്ലിപ്പ് കുത്തിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെന്താ, ഫുള്ള് ഡ്രസ്സിന് മാച്ചിങ് ആയിരുന്നു. റെഡ് പൊട്ട്, റെഡ് റിങ് ഒക്കെ ഇട്ടിട്ട്. അത് ആലിയ കട്ടായിരുന്നു കേട്ടോ ടോപ്പ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടായിരുന്നു വീഡിയോ ചെയ്തത്. 3 റീൽ എടുത്ത് വെച്ചു. പിന്നെ ഋതിക അങ്ങോട്ട് എനിക്ക് ഒരു കൊളാബിന് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൺമഷി വെച്ചിട്ട് ഞാൻ അവൾക്ക് കണ്ണെഴുതി കൊടുത്തു, ഒരു പൊട്ടിട്ട് കൊടുത്തു. പിന്നെ അവരുടെ തന്നെ ലിപ്സ്റ്റിക് ഉണ്ട് 5 ഷെയ്ഡുകൾ. അപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അവൾ ഷോളിട്ട് കളിക്കുകയാണ്. ഞാനിവിടെ എന്താ ട്രാൻസ്ഫർമേഷൻ എടുക്കാൻ വേണ്ടി ഷോൾ കൊടുന്നതാണ്. അവൾ ഈ ഷോളിട്ടിട്ട് കളിക്കുകയാണ്. പിന്നെ അവിടുന്ന് കൊട്ടി കേൾക്കുന്നുണ്ട്. അത് മണത്തല നേർച്ചയില്ല, അതിൻ്റെ കൊട്ടാണ് കേട്ടോ. ഇന്നും കുറച്ചുണ്ടാവും, പിന്നെ നാളേക്കാണല്ലോ കുറേ ഉണ്ടാവാം. അപ്പോൾ ആ കൊട്ട് ഇവിടേക്ക് ക്ലിയർ ആയിട്ട് നല്ലോണം കേൾക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിലാണ് വരെ.